ഹായ് ഫ്രണ്ട്സ്, ഷാംപാൻ ടേസ്റ്റിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ? ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് വെറും 2 ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് എങ്ങനെ ഒരു ഹോം മെയ്ഡ് ജാം പ്രിപ്പയർ ചെയ്യാമെന്നാണ്. സ്ട്രോബെറി ജാമാണ് ഇന്ന് ഞാൻ പ്രിപ്പയർ ചെയ്യുന്നത്. ദേ അപ്പോ വീഡിയോ വരുന്നു. ഞാൻ ഇവിടെ നല്ല പഴുത്ത സ്ട്രോബെറി ആണ് കേട്ടോ എടുത്തിരിക്കുന്നത്. ഒരു 500 ഗ്രാം ഉണ്ട്, അതായത് 1/2 കിലോ സ്ട്രോബെറിയാണ്. നല്ല റെഡ് കളറായിട്ടുള്ള സ്ട്രോബെറി ആട്ടോ, കാണുമ്പോൾ തന്നെ നമുക്ക് കഴിക്കാൻ തോന്നും. അപ്പോൾ എപ്പോഴും നോക്കുക, നല്ല ഫ്രഷ് ആയിട്ടുള്ള ഫ്രൂട്ട്സ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല ഫ്രഷ് ആയിട്ടുള്ള ജാം നമുക്ക് പ്രിപ്പയർ ചെയ്യാം. ഞാനിപ്പോൾ ഇത് നന്നായിട്ട് കഴുകി ഇത് ഉണങ്ങാൻ വെച്ചതാണ്. ഉണങ്ങി എടുത്തു കഴിഞ്ഞ് സ്ട്രോബെറിയുടെ ആ ഒരു ലീഫിൻ്റെ ഭാഗം കട്ട് ചെയ്ത് കൊടുക്കുക. കട്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞിട്ട് പിന്നെയും എന്തെങ്കിലും വെള്ളത്തിൻ്റെ അംശം ഉണ്ടെങ്കിൽ അത് നന്നായിട്ടൊന്ന് ഡ്രൈ ആവണം കേട്ടോ. ഞാൻ ഇപ്പം നമ്മുടെ ആ സ്ട്രോബെറീസ് എല്ലാം ചെറിയ പീസായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇത് പേസ്റ്റ് ആക്കി എടുക്കാം. നമ്മുടെ ജാമിൽ സ്ട്രോബെറിയുടെ ഒരു ഇത് കടിക്കാൻ കിട്ടേണ്ടതാണെങ്കിൽ നമുക്കത് പേസ്റ്റ് പോലെ ആക്കിയെടുക്കാം കേട്ടോ. എന്നിട്ട് ഇത് നമ്മൾ കുക്ക് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന അടികട്ടിയുള്ളൊരു പാത്രത്തിനകത്തോട്ട് ആദ്യം ഈ സ്ട്രോബെറി ഇട്ടിട്ട് ഞാനൊരു 1/4 കപ്പ് ഷുഗറായിട്ട് ആഡ് ചെയ്യണം. നിങ്ങൾക്ക് ജാമിൻ്റെ മധുരം എത്രത്തോളം വേണം അതിനനുസരിച്ചിട്ട് ഷുഗർ കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. ഞാനിപ്പോൾ ഒരു ഏകദേശം ഒരു 150 ഗ്രാം ഷുഗർ വരും. എന്നിട്ടിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ഒരു 10 മിനിറ്റ്സ് ഇങ്ങനെ റെസ്റ്റ് ചെയ്യാൻ വയ്ക്കണം. അപ്പോൾ ഈ ഷുഗറെല്ലാം നല്ല മെൽറ്റായിട്ട് കിട്ടും. ഇപ്പോൾ കണ്ടോ, ഷുഗറെല്ലാം നല്ല മെൽറ്റായി. ഇനിയാണ് നമ്മളിത് കുക്ക് ചെയ്യാൻ പോകുന്നത്. ഈ ഷുഗർ മെൽറ്റായിട്ടില്ലെങ്കിൽ കുറച്ച് നേരം കൂടെ കീപ്പ് ചെയ്യുന്നതിലും തെറ്റില്ല. മാക്സിമം ഒരു 1/2 അവർ, അതിൽ കൂടുതൽ ഇത് പുറത്ത് വെക്കേണ്ട കേട്ടോ. ഇത് നന്നായിട്ടൊന്ന് മെൽറ്റായി കഴിഞ്ഞതിന് ശേഷം നമുക്കിത് ഫ്ലെയിമിലോട്ട് വെക്കാം. ഫ്ലെയിമിലോട്ട് വെക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കുക, ലോ ഫ്ലെയിമിൽ വേണം. എന്നിട്ട് ഇടയ്ക്കിടയ്ക്ക് നമ്മൾ നന്നായിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. അല്ലാന്നുണ്ടെങ്കിൽ ഈ ഷുഗർ അടിയിൽ പിടിക്കാനുള്ള ചാൻസ് ഉണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തു കഴിയുമ്പോഴത്തേക്കും ഈ സ്ട്രോബെറിയിൽ നിന്ന് പതുക്കെ വെള്ളം വരും. ആ ഒരു ജ്യൂസി വാട്ടർ ഉണ്ടല്ലോ, അത് പുറത്തോട്ട് ഇറങ്ങി വരും. എന്നിട്ട് അതിനകത്ത് കിടന്ന് ഈ ഒരു സ്ട്രോബെറി നന്നായിട്ട് വെന്ത് ഉടഞ്ഞ് കിട്ടണം. അപ്പോൾ ഒരു 25 to 30 മിനിറ്റ്സ് നമ്മൾ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കുകയാണ് ഇപ്പോൾ ചെയ്യുന്നത്. ഇതിപ്പോൾ ഒരു 10 മിനിറ്റ്സ് കഴിഞ്ഞപ്പോഴത്തേക്കും ഇതായിട്ടുണ്ട് കേട്ടോ പരുവം. നമ്മുടെ ഷുഗർ സിറപ്പിൽ ആ സ്ട്രോബെറിയിൽ നിന്നും മെൽറ്റായിട്ട് വന്നിട്ടുള്ള ആ ഒരു ജ്യൂസും എല്ലാം കൂടി അത് ഒന്ന് സ്പ്ലിറ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ബോയിൽ ചെയ്ത് നമുക്കത് കുക്ക് ചെയ്തെടുക്കണം. ഇതിപ്പോൾ നല്ല ഡാർക്ക് റെഡ് കളർ ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇടയ്ക്കിടയ്ക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കണം കേട്ടോ. അങ്ങനെ അതേപോലെ ഒരു 20-25 മിനിറ്റ്സ് കഴിഞ്ഞിട്ടുണ്ട്. ഓൾമോസ്റ്റ് നമ്മുടെ ആ മെയിൻ പീസസ് എല്ലാം ഉടഞ്ഞ് ആ ഒരു സെമി പേസ്റ്റ് പരുവം ആയിട്ടുണ്ട്. ഇനി വേണമെങ്കിൽ നമുക്ക് സ്പൂൺ വെച്ചിട്ട് ബാക്കിയുള്ള കഷ്ണം കൂടെ ഉടച്ച് കൊടുക്കാം കേട്ടോ. ഇനി നിങ്ങൾക്ക് ജാമിനകത്ത് ഇടയ്ക്ക് ഈ ഒരു പീസ് കടിക്കണത് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ അത് അതുപോലെ തന്നെ കിടന്നോട്ടെ, കുഴപ്പമില്ല. ഇനി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. എന്നിട്ട് ഈ ജാം റെഡി ആയോ എന്നുള്ള പരുവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചുകൂടെ ഇത്രയും ഒരു ലൂസ് വേണ്ട, കുറച്ചും കൂടി ഒരു തിക്നെസ് ആയി കഴിഞ്ഞിട്ട് നമുക്ക് ഒരു പ്ലേറ്റിൽ ഇത് ഒരു സ്പൂണിൽ ഒരു ഡ്രോപ്പ് എടുത്തിട്ട് ഒരു പ്ലേറ്റിലൊന്ന് മുട്ടിച്ച് നോക്കുക. എന്നിട്ട് ഈ പ്ലേറ്റ് ഒന്ന് ചെരിക്കുക. ഈ പ്ലേറ്റ് ഒന്ന് ചെരിക്കുമ്പോഴത്തേക്കും ആ ഒരു ലിക്വിഡ് ഒഴുകി പോകുന്നില്ലെങ്കിൽ അതിൻ്റെ അർത്ഥം നമ്മുടെ സ്ട്രോബെറിയുടെ ആ ഒരു കൺസിസ്റ്റൻസി കറക്റ്റായി എന്നാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ജാമിൻ്റെ പരുവം. അപ്പോൾ എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക, കൂടുതൽ കട്ടിയായി പോവാതെയും കൂടുതൽ ലൂസായി പോവാതെയും ഒന്ന് ടേക്ക് കെയർ ചെയ്യുക. അതല്ലാന്നുണ്ടെങ്കിൽ ഏറ്റവും സിമ്പിളായിട്ട് റെഡിയാക്കാവുന്ന ഒരു ജാമാണ് സ്ട്രോബെറി ജാം. നമുക്ക് കടയിലൊന്നും പോയി മേടിക്കണമെന്നില്ല. ഇതുപോലെ ഞാനിപ്പോൾ സ്ട്രോബെറി എടുത്തിട്ട് ഉണ്ട്, കാരണം ഗൂഗുന് നല്ല ഇഷ്ടമാണ് സ്ട്രോബെറി. അതുപോലെ നിങ്ങൾക്ക് ഏതൊരു ജാം വെച്ചിട്ടും ഈ സെയിം പ്രോസസ്സിൽ ഏതൊരു ഫ്രൂട്ട് വെച്ചിട്ടും ഈ സെയിം പ്രോസസ്സിൽ നമുക്ക് ജാം ഉണ്ടാക്കാം കേട്ടോ. അപ്പോൾ എല്ലാവരും നമ്മുടെ വീഡിയോ ട്രൈ ചെയ്ത് നോക്കണം, ഫീഡ്ബാക്ക് ഞങ്ങളെ അറിയിക്കണം. താങ്ക് യു. Press the bell icon on the YouTube app and never miss another update.